അപ്പോൾ നമ്മൾ തമ്മിലൊരു ഡീൽ സെറ്റിൽ ആയല്ലോ, എനിക്ക് പോകാലോ? ഓക്കെ സാർ പോയിക്കോളൂ. ഓക്കെ ജെന്റിൽമാൻ, സീ യു. ശരി സാർ. ഹലോ, ഇപ്പൊ തന്നെ സങ്കടം മാറിയില്ലേ? അർഹിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിലല്ലേ എൻ്റെ ക്ലയൻറ്റ് എന്നെ ട്രീറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്തൊരു നന്ദി വാക്കിന് പകരം ഒപ്പിട്ട ഒരു ബ്ലാങ്ക് ചെക്ക് കൊണ്ടാണ് VP എന്നെ സ്വീകരിച്ചിരിക്കുന്നത്. പോരെ? ആ ചെക്ക് ശരിക്കും നന്ദൻ അവകാശപ്പെട്ടതാണ്. നോ മാഡം, നോ വേ. ചെയ്യാത്ത ജോലിക്ക് ഒരിക്കലും കൂലി ഞാൻ കൈപ്പറ്റാറില്ല. ഇതാ വെച്ചോളൂ. ഞാൻ സ്വീകരിച്ചു തന്നെ പണിക്കർ സാറിനോട് പറഞ്ഞാൽ മതി. എങ്കിലേ ആൾക്കും താൻ ആരുടെയും സൗജന്യം പറ്റിയല്ല എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവും. അത് VP സന്തോഷത്തോടെ തന്നെയല്ലേ, ഇരിക്കട്ടെ. ഇല്ല മാഡം, ഞാനത് സ്വീകരിക്കില്ല. പിടിക്കാം. ആ പിന്നെ അപ്പൂനോടൊരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നരുത്. VPയുടെ ദുരഭിമാനത്തിൻ്റെ കണ്ണട പോലെ തന്നെ കുഴപ്പം പിടിച്ചാണ് അപ്പുവിൻ്റെ ഈ മുൻധാരണയുടെ കണ്ണടയും. അത് മാറ്റിവെച്ചിട്ട് വേണം അപ്പു എന്ന ആൺകുട്ടി VPയെ നോക്കിക്കാണാൻ. അപ്പോൾ ചിലപ്പോൾ അപ്പുവിന് VP എന്ന മനുഷ്യനെ, അച്ഛനെ കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയേക്കും. പറ്റണം. എന്നാ പിന്നെ ഞാനും കൂടെ ഇറങ്ങട്ടെ. പിന്നെ പണിക്കർ സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് റെക്കോർഡ്സ് നമുക്ക് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. സമയമുണ്ട്, ഞാൻ പറയാം. ശരി. അപ്പോൾ തനിക്ക് ആതിരയുടെ വക ഒരു അഭിനന്ദന കോൾ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ തന്നെക്കുറിച്ച് അത്രയ്ക്ക് പൊക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി. അപ്പു പോയി ഗേറ്റ് അടയ്ക്കും. ആഹാ, VP ആകെ സന്തോഷത്തിലാണല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കോടതി VP ശിക്ഷിക്കൊന്നുമില്ലെന്ന്. അല്ലേലും കോടതി എന്തിനാ എന്നെ ശിക്ഷിക്കുന്നത്? ഞാനതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കാൻ ഒരു കോടതിക്കും ഒരധികാരവുമില്ല. ഓ അത് ശരി, ഇപ്പൊ അങ്ങനെ ആയോ? എന്നിട്ട് ഇവിടെ നിന്ന് പോകാൻ നേരത്ത് VPയുടെ മട്ടും ഭാവവും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. പോലീസുകാർ ജയിലിലടയ്ക്കോ എന്നൊക്കെ എന്നോട് പേടി ചോദിച്ചത് ഓർമ്മയില്ലേ? അത് പേടിച്ചിട്ടൊന്നല്ല, എന്നെ കള്ളക്കേസ് കൊടുക്കാനായിരുന്നു അവരുടെ ശ്രമം. പക്ഷെ ആ വക്കീലുണ്ടല്ലോ, അയാൾ രക്ഷിച്ചു. അയാൾ കൊള്ളാം, മിടുക്കനാ. അയാൾക്ക് ഞാൻ ഫീസ് എത്ര കൊടുത്തതെന്ന് അറിയാമോ? ഒരു ബ്ലാങ്ക് ചെക്കാ സൈൻ ചെയ്ത് കൊടുത്തത്. എത്ര വേണമെങ്കിലും ആ പാവ എഴുതിയെടുത്തോട്ടെ. അതിപ്പോ എത്രയാണെങ്കിലും ഞാൻ കാര്യമാക്കുന്നില്ല. എത്ര ലക്ഷം വേണമെങ്കിലും എഴുതിയെടുത്തോട്ടെ. അയാളുടെ ജോലി ചെയ്തിട്ടല്ലേ, എടുത്തോട്ടെ. വേണമെങ്കിൽ എന്റെ ബാങ്കിലെ കാശ് മുഴുവൻ എടുത്തോട്ടെ, അല്ലടോ? VP എന്ത് പണിയാ കാണിച്ചത്? എന്താ ഞാൻ പറഞ്ഞാൽ വല്ല തെറ്റുണ്ടോ? ഉണ്ടോ? തെറ്റുണ്ടോ? തെറ്റുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തിരുത്തിയേക്കാം. VP എന്തിനാ നന്ദന അങ്ങനെ ഒരു ചെക്ക് സൈൻ ചെയ്ത് കൊടുത്തത്? എന്താ അതിലൊരു തെറ്റ്? ചെയ്ത ജോലിക്ക് ശമ്പളം കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ? ഞാനത് ശീലിച്ചിട്ടില്ല. യുനോ, എനിക്ക് വേണ്ടി ആരെന്ത് ജോലി ചെയ്താലും ഞാൻ അതിന്റെ പ്രതിഫലം കൃത്യമായി കൊടുത്തിരിക്കും. അതിലെന്താണ് ഇത്ര തെറ്റ്? അത് തെറ്റാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ പ്രതിഫലം കൊടുക്കുന്നത് ഇങ്ങനെ വേണമായിരുന്നോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബ്ലാങ്ക് ചെക്കാണോ ആരെങ്കിലും സൈൻ ചെയ്ത് കൊടുക്കുന്നത്? നന്ദൻ എന്ത് തോന്നിക്കാണും? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്തത് മോശമായി പോയോ? മോശമായി പോയി. അയാൾക്കത് വല്ലാതെ ഫീൽ ചെയ്ത് കാണുമല്ലേ? നമ്മളങ്ങനെ ഒരിക്കലും ബ്ലാങ്ക് ചെക്ക് സൈൻ ചെയ്ത് കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് അയാൾക്ക് ഇൻസൾട്ടായി തോന്നിക്കാണും. വേണ്ടിയിരുന്നില്ല. ഓട്ടെ, സാരമില്ല. നന്ദനായിട്ട് കുഴപ്പമില്ല. നോ, നമ്മുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് പറ്റിയ അത് തെറ്റാണെന്ന് മനസ്സിലായ നമ്മളത് തിരുത്തി തന്നെ വേണം.
എനിക്ക് എന്റെ തെറ്റ് ഇപ്പൊ തന്നെ തിരുത്തണം. വി പി ആ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അയാൾ തിരിച്ചു വിളിക്കാം. എന്നിട്ട് അയാൾ എത്ര രൂപ ആവശ്യപ്പെടുന്നോ അത്രയും ക്യാഷ് ചെക്ക് കൊടുക്കാം. അയാൾക്ക് സന്തോഷമാവുമല്ലോ. പോട്ടെ, അതൊക്കെ ഇനി പിന്നീടാവാം. ഇപ്പൊ അയാൾ പോയല്ലോ, ഇനി തിരിച്ചു വിളിച്ചാലും അയാൾ വരില്ല. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. ഛെ, ഞാൻ അങ്ങനെ ചെയ്തതിൽ അയാൾക്ക് നല്ല സങ്കടം ഉണ്ടാവുമല്ലേ? എവിടെ അയാളുടെ വീട്? നമുക്ക് നേരിട്ട് ചെന്ന് ഒരു സോറി പറഞ്ഞ് ചെക്ക് മാറ്റി കൊടുത്തിട്ട് പോരാ. അല്ലെങ്കിൽ അയാളുടെ ഫീസ് എത്രയെന്ന് വെച്ചാ ക്യാഷ് ആയിട്ട് തന്നെ ഹാൻഡ് ഓവർ ചെയ്യാം. എന്താ? അതൊന്നും വേണ്ട വി പി. നന്ദൻ അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പോട്ടെ. പിന്നെ വി പിയെ കോടതി വെറുതെ വിട്ടത് അഡ്വക്കേറ്റ് നന്ദകുമാർ മാത്രം വിചാരിച്ചിട്ടല്ല കേട്ടോ. അപ്പോൾ വി പിക്ക് അനുകൂലമായി മൊഴി കൊടുക്കുകയും വി പിയുടെ ഭാഗത്ത് തെറ്റില്ലെന്നും അതുകൊണ്ട് വെറുതെ വിടണമെന്നും കോടതിയോട് നേരിട്ട് അപേക്ഷിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നമുക്ക് ഇത്ര അനുകൂലമായത്. അപ്പോ അതാരാ? അപ്പൂനെ അറിയില്ലേ വി പിക്ക്? നമ്മുടെ അപ്പൂനെ. നമ്മുടെ അപ്പു? അങ്ങനെ ഒരാള് ആരാ അത്? എനിക്കറിയില്ല. അങ്ങനെ ഒരാളുണ്ട്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ. വി പിക്ക് അറിയാം. വി പി മറന്നുപോയിട്ടാ. സാരമില്ല, പിന്നെ ഓർമ്മ വന്നോളും. നമ്മുടെ അപ്പു എന്നാലും ആരാ അത്? ഇനി അതൊക്കെ പിന്നെ ആലോചിക്കാം. വി പി ഡ്രസ്സൊക്കെ മാറി വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ദേ, വി പിക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൂടുതലൊന്നും ആലോചിച്ച് നേരം കളയാതെ പെട്ടെന്ന് ഫ്രഷായി വാ, അപ്പു നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഞാൻ വരാം, കഴിക്കാം. എന്നാ വേഗം വാ. എന്നാലും അതാരായിരിക്കും? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നമ്മുടെ അപ്പു. അപ്പു നമ്മുടെ അപ്പു. അപ്പു നമ്മുടെ. ഇല്ല സാറ് പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. കാർത്തികളുടെ വീട്ടിൽ പോയി അവിടുത്തെ അവസ്ഥ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് സാറിനെ ഞാൻ വിളിക്കുന്നത്. വീട്ടുകാരുടെ ഉപദ്രവം സഹിച്ച് ഇനി ആ കുട്ടി അവിടെ തുടരാൻ അനുവദിക്കുന്നത് കഷ്ടമാണ് സാർ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കൗൺസിലിംഗ് കൊടുത്ത് വീട്ടുകാരുടെ മനോഭാവത്തിൽ വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ടതെന്ന് മനസ്സിലായതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ മഴവില്ലിലേക്ക് മാറ്റാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ ഓക്കെ ചേച്ചി, നന്ദ സാർ എത്തി. ശരി സാർ. ശ്രീകുമാർ സാറിനോട് ഇന്ന് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറയണം. ഓക്കെ, ഞാൻ വിളിക്കാം സാർ. ഹലോ ദക്ഷ. തിരക്കിനിടയിൽ ഞങ്ങൾ വിളിച്ചത് ബുദ്ധിമുട്ടായില്ലല്ലോ? ഏയ് നെവർ. ഉച്ച കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഓഫീസിലിരുന്ന് സൗകര്യപൂർവ്വം സംസാരിക്കായിരുന്നു. വൈകിട്ട് ഞങ്ങൾക്ക് കൊല്ലത്ത് ഒഴിവാക്കാൻ പറ്റാത്തൊരു മീറ്റിംഗ് ഉണ്ട് സാർ. അതുകൊണ്ട് രാവിലെ തന്നെ കാണാമെന്ന് പറഞ്ഞത്. ഇറ്റ്സ് ഓക്കെ. എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനാവും ദക്ഷയാഗ്നി വിളിക്കുന്നെന്ന് എനിക്കറിയായിരുന്നു. എന്താ കാര്യം പറഞ്ഞോളൂ. സാർ, ഞങ്ങൾ ചെറിയൊരു പരാതി ബോധിപ്പിക്കാനാ സാറിനെ കാണണമെന്ന് പറഞ്ഞത്. പരാതി അത്ര ചെറുതല്ലെന്ന് രണ്ടുപേരുടെ മുഖം കണ്ടാൽ മനസ്സിലാക്കാം. എന്തായാലും വിശദമായിട്ട് പറഞ്ഞോളൂ, കേൾക്കാൻ ഞാൻ റെഡിയാണ്. അപ്പുവിൻ്റെ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തുറന്നു പറയുന്നതുകൊണ്ട് സാറിന് ഞങ്ങളോട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. അപ്പുവിൻ്റെ കാര്യത്തിൽ സാർ എടുത്ത നിലപാടിനോട് ഞങ്ങൾക്കും ഞങ്ങളുടെ സംഘടനയ്ക്കും കടുത്ത വിയോജിപ്പുണ്ട്. ആ കേസിൽ കോടതി എടുത്ത നിലപാട് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ സംഘടന യോഗം ചേർന്നിരുന്നു. കമ്മിറ്റി ഭൂരിപക്ഷം പേരും സാറിനെതിരായിട്ടാണ് സംസാരിച്ചത്. അപ്പുവിൻ്റെ കാര്യത്തിൽ സാറിനെ പോലൊരാൾ ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു നിലപാടെടുത്തതിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായതിലും ഞങ്ങളുടെ സംഘടനയ്ക്ക് തീർത്തും വിയോജിപ്പുണ്ട്.
ഞങ്ങളുടെ ഉത്കണ്ഠയും നിരാശയും സാറിന് നേരിട്ട് അറിയിക്കണമെന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. നിങ്ങളുടെ ആശങ്കയും നിരാശയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടായിരുന്നെങ്കിൽ സാർ ഒരിക്കലും ഇങ്ങോട്ട് നിലപാടെടുക്കില്ലായിരുന്നു. പറഞ്ഞത് 100% ആത്മാർത്ഥമായിട്ടാണ് ദക്ഷ. പിന്നെ എൻ്റെ നിലപാടിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചെങ്കിൽ അത് തീർച്ചയായും എൻ്റെ മനസാക്ഷിക്ക് കൂടി ബോധ്യമാകേണ്ട കാര്യമാണ്. അതിലൊരിക്കലും ഒരു വിട്ടുവീഴ്ചയും നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിൽ പിന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ഒരാള് എന്തുകൊണ്ട് കോടതിയിൽ ഞങ്ങൾക്കെതിരെ ഒരു നിലപാടെടുത്തു? സോറി അഗ്നി, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയോട് ഞാൻ അറിഞ്ഞോ അറിയാതെയോ യാതൊരു നീതികേടും കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വിജയ് പണിക്കരെ പോലെ ഇത്രയും ട്രാൻസ്ഫോബിക്കായ ഒരാൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായതിൽ ഒരു തെറ്റുമില്ലെന്നാണോ സാറ് പറയാൻ ശ്രമിക്കുന്നത്? അത് മാത്രമല്ല, അപ്പുവിനെ കൊണ്ട് മിസ്റ്റർ പണിക്കർക്ക് അനുകൂലമായി ഒരു മൊഴി കോടതി മുമ്പായി നൽകിയതിലും സാറിന് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി എന്തുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ എനിക്കൊരു അവസരം തരാലോ അല്ലേ? ശരിയാണ്, ഞാൻ വിജയ് പണിക്കർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി. അത് അയാളോടുള്ള വ്യക്തിപരമായ താല്പര്യമോ അയാൾക്ക് വേണ്ടി ഹാജരായാൽ കിട്ടുന്ന ഫീസിന്റെ വലിപ്പമോ ഓർത്തിട്ടല്ല. എങ്കിൽ പിന്നെ എന്തായിരുന്നു സാറിനെ അതിന് പ്രേരിപ്പിച്ച ഘടകം? തീർച്ചയായും അത് അപ്പുവിനോടുള്ള കരുതൽ സ്നേഹവും തന്നെയായിരുന്നു. സോറി, അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് സർ. ആ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പു എന്ന സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടി രക്ഷിതാവായ വിജയപ്പണിക്കരിൽ നിന്ന് അനുഭവിച്ച ശാരീരികവും മാനസികവുമായ പീഡനങ്ങളെ നിസ്സാരമാക്കി കോടതിയിൽ അതേ മനുഷ്യന് വേണ്ടി ഹാജരായിട്ട് അത് അപ്പുവിന് വേണ്ടിയാണെന്ന് പറയുന്നതിലെ യുക്തിരാഹിത്യമാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ശരിയല്ലേ ദക്ഷ? അതെ, അത് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഒരാളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് 2 രീതിയിൽ ശാരീരികവും മാനസികവുമായി വേദനിപ്പിക്കാം. അതിലൊന്ന്, ആരെയാണോ നമ്മൾ ടോർച്ചർ ചെയ്യുന്നത് ആ വ്യക്തിയോട് നമുക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ യാതൊരു സെൻറ്റിമെൻറ്റ്സും ഇല്ലാതെ അയാളെ നമുക്ക് വേദനിപ്പിക്കാം. ആ വേദനയിൽ നമുക്ക് ആനന്ദം കണ്ടെത്താം. അയാളുടെ കണ്ണീരും സങ്കടവും നിസ്സഹായാവസ്ഥയും കണ്ട് വേദനിപ്പിക്കുന്ന ആൾക്ക് ആത്മനിർവൃത്തി അടയാം. അതൊരു രീതി. ഇനി മറ്റൊരു രീതിയുണ്ട്. സ്വയം വേദനിച്ചുകൊണ്ട്, ഉള്ളിൽ കരഞ്ഞുകൊണ്ട്, തകർന്നുകൊണ്ട് നമുക്ക് മറ്റൊരാളെ വേദനിപ്പിക്കാം. ഇവിടെ വേദനിക്കുന്നയാളും വേദനിപ്പിക്കുന്നയാളും ഏതാണ്ട് ഒരേ ട്രോമയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ അപ്പുവിനെ അപൂർവയാക്കാൻ പണിക്കർ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത് അയാൾ സ്വയം വേദനിക്കുകയും ആത്മസംഘർഷത്തിന് അടിമപ്പെടുകയും അതുമൂലം ഒരു മനോരോഗിയായി തീർന്നുകൊണ്ടുമാണ്. ഇനി പറയും, ഇവിടെ ആരുടെ വേദനയ്ക്കാണ് നമ്മൾ കൂടുതൽ മാർക്കിടേണ്ടത്? മകളെ ജനിച്ച ജെൻഡറിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ്റെ വേദനയ്ക്കോ, അതോ തനിക്കിഷ്ടമുള്ള ജെൻഡറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അപ്പുവിൻ്റെ വേദനയ്ക്കോ? സോറി, ഞങ്ങൾക്ക് അപ്പുവിൻ്റെ പക്ഷത്തു നിന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ സാർ. യെസ്, ഐ ഡു എഗ്രി വിത്ത് ദാറ്റ്. ശരിയാണ്, അപ്പുവിൻ്റെ തട്ട് തന്നെയാണ് താഴ്ന്നിരിക്കുന്നത്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ട് വിജയ് പണിക്കർ ദയ അർഹിക്കുന്നില്ല എന്ന് പറയാനാവില്ലല്ലോ ദക്ഷ. പണിക്കർ ഒരു അച്ഛൻ മാത്രമല്ല, ഒരു ഭർത്താവ് കൂടിയാണ്. അയാളുടെ ഭാര്യ ഗീതാലക്ഷ്മി ആവട്ടെ അപ്പുവിനോടൊപ്പം തുടക്കം മുതൽ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്ന ഒരു അമ്മ കൂടിയാണ്. മകൾക്കൊപ്പം നിൽക്കുമ്പോഴും അവർ ഭർത്താവിന് തള്ളിപ്പറയുകയോ അകന്നു മാറി ജീവിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പുവിന് ജന്മം നൽകിയ അച്ഛനും എന്നും തൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് ആ സ്നേഹനിധിയായ അമ്മ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ആ അമ്മയോട് നമ്മൾ നീതി പുലർത്തേണ്ട ദക്ഷ. സാർ ഒരു വാദത്തിന് വേണ്ടി സാറ് പറയുന്നതൊക്കെ സമ്മതിക്കാം. എന്നാലും സ്വന്തം സ്വത്വത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങളെപ്പോലുള്ളവർ അനുഭവിക്കുന്ന വേദനയും ഞങ്ങളെ ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നവർ അനുഭവിക്കുന്ന വേദനയും ഒന്നാണെന്ന് സമർത്ഥിക്കുന്ന ഈ തിയറിയോട് ഒരിക്കലും ഞങ്ങൾക്ക് യോജിക്കാനാവില്ല. സോറി ദക്ഷ, യു ആർ മിസ്റ്റേക്കൺ. ഞാൻ ഒരിക്കലും അങ്ങനെയൊരു കോണ്ടെക്സ്റ്റിലല്ല അത് സമർത്ഥിക്കാൻ നോക്കിയത്. ഉറപ്പായും ഇവിടെ വിജയ് പണിക്കർ എന്ന VP ഒരു എക്സെപ്ഷണൽ കേസാണ്. VPയെ വെച്ച് മറ്റുള്ളവരെ ന്യായീകരിക്കാനും എനിക്ക് ഉദ്ദേശമില്ല. അപ്പോൾ പണിക്കർക്ക് വേണ്ടി ഇനിയും മുന്നോട്ട് പോകാനാണോ സാറിൻ്റെ ഉദ്ദേശം? നോ, പണിക്കർക്ക് വേണ്ടി മാത്രമല്ല ദക്ഷ, പണിക്കറിലൂടെ അപ്പുവിന് വേണ്ടി, അപ്പുവിൻ്റെ അമ്മയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അടിവരയായിട്ട് ഉറപ്പു തരുന്നു. സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് കിട്ടേണ്ട അംഗീകാരവും സ്നേഹവും സംരക്ഷണവും തന്നെയാണ് എൻ്റെ ഉദ്ദേശലക്ഷ്യം. പക്ഷെ അത് നേടിയെടുക്കാൻ സ്വന്തം വീട്ടിലൊരു കലാപക്കൊടി ഉയർത്തേണ്ടി വരുമ്പോൾ അതുണ്ടാക്കുന്ന മുറിവുകളെ നമ്മൾ അവഗണിക്കരുത്.
പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും മനസ്സിലാക്കലും കൊണ്ട് ഒരു ചേർത്ത് പിടിക്കൽ സാധ്യമാകുമെങ്കിൽ ആ മുറിവുകൾ താനെ ഉണങ്ങാവുന്നതേ ഉള്ളൂ. സ്വന്തം അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട സത്യമാണത്. ആ സത്യം മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കാൻ ഞാൻ ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും ദർശ. സോ പ്ലീസ്, ദയവായി നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. വരട്ടെ. എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഇരിക്കാം. ഇരിക്കെ. ഇത് ഒരുപാടുണ്ടല്ലോ. എല്ലാം വിപിക്ക് ഇഷ്ടമുള്ള കറികളാ. ഇതൊക്കെ ഇയാള് തനിച്ചുണ്ടാക്കിയതാണോ? പിന്നല്ലാതെ. വിപിയെ കോടതി വിട്ടയച്ചു എന്ന് നന്ദൻ വിളിച്ച് പറഞ്ഞപ്പോ തന്നെ വിപിക്ക് ഇഷ്ടമുള്ള കറികളെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചു. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം, അസലായിട്ടുണ്ട്. എങ്കിലേ ഇതെല്ലാം കൂട്ടി നിറച്ച് ചോറ് കഴിക്കണം കേട്ടോ. ഓ, എത്ര നാളായി വിപി വയറ് നിറച്ച് ആഹാരം കഴിച്ചിങ്ങനെ കണ്ടിട്ട്. എന്നാലേ ഇന്ന് തന്റെ പരാതി ഞാൻ തീർക്കാൻ പോവാ. സോറി. അയാളെന്തിനാ തിരിച്ചു പോകുന്നു? അപ്പോ കഴിക്കാൻ വന്നാണെങ്കിൽ കഴിച്ചിട്ട് പോവാൻ പറ. വാ അപ്പോ. വേണ്ടമ്മ, ഞാൻ പിന്നിരുന്നോളാം. അതെന്താ? ഇവിടെ ഇരിക്കാൻ ആവശ്യത്തിന് സ്ഥലമുണ്ടല്ലോ. ഇങ്ങി വന്നേ, വിപി വിളിച്ചതല്ലേ. അമ്മ, എന്തു പറ്റി ഇന്നൊരു സ്പെഷ്യൽ ക്ഷണം? ഓ, നന്ദകുമാർ സാറിന് ബ്ലാങ്ക് ചെക്ക് കൊടുത്ത പോലെ എന്റെ സേവനത്തിനുള്ള പ്രത്യോപകാരമായിരിക്കും അല്ലേ? എന്തേലും ആവട്ടെ, വിപിക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നല്ലോ. നീ വന്നേ, വാ. ഇരിക്ക. ഇരിക്കിരിക്കെ. എന്താ ഒരു സ്വകാര്യം? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ലതും ആണോ? വിപിക്ക് കേൾക്കാൻ പാടില്ലാത്തായിട്ട് ഈ വീട്ടിലൊന്നുമില്ല. താനെന്താ ഇരിക്കാത്ത? ഞാൻ പിന്നെ ഇരുന്നോളാം. നോ നോ നോ, അത് പറ്റില്ല. താൻ കൂടെ ഇരിക്കേ. ഇന്ന് ഗസ്റ്റ് ഉള്ളതാ. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാലോ. ഇരിക്കേ. ഇരിക്കമ്മേ, ഗസ്റ്റ് ഉള്ളതല്ലേ. എത്ര നാളായി നമ്മൾ 3 പേരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അല്ലേ വിപി? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അപ്പുവിനോടൊന്നും മിണ്ടാത്തത്? അപ്പോ അതാരാ? അപ്പുവിനെ വിപിക്ക് അറിയില്ലേ? ഇന്ന് കോടതിയില് നേരത്തെ വന്ന വക്കീലിനോടൊപ്പം അപ്പു ഉണ്ടായിരുന്നില്ലേ? വിപിയെ വെറുതെ വിടണമെന്ന് അപ്പും കൂടെ പറഞ്ഞിട്ടാ. ഓ ശരിയാ, ഞാൻ ഓർക്കുന്നു. താങ്ക്സ്. പ്രതിഫലം എത്രയെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞാൽ മതി, ഇത് തരും. മതിയാക്കാണോ? ഒന്നും കഴിച്ചില്ലല്ലോ. മതി മതി. അമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പിന്നെ ഇരുന്നോളാം. സാരമില്ല അപ്പോ. ഇതുപോലുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ നമുക്ക് വിപിയെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കൂ. ഡോക്ടറും അങ്ങനെയല്ലേ പറഞ്ഞത്. നീ കഴിക്ക്. നിന്നെ കണ്ണെടുത്താ കണ്ടുണ്ടായിരുന്ന ആള് ഭക്ഷണത്തിനൊപ്പം ക്ഷണിച്ചല്ലോ. അതൊരു നല്ല സൂചനയല്ലേ? ഓ, അത് വിപിയുടെ ഒരു വോട്ട് ഓഫ് താങ്ക്സ് ആയിട്ട് അങ്ങ് കൂട്ടിയാൽ മതി. ഒന്നുമല്ല, നീ ചുമ്മാ എന്റെ കോൺഫിഡൻസ് ലെവലിലൂടെ താഴ്ത്തല്ലേ.